താലൂക്കിന്റെ വിവിധ ഭാഗങ്ങളിലെ പന്നിശല്യം പരിഹരിക്കാൻ ഗ്രാമപഞ്ചായത്തുകൾ ധനസഹായം അനുവദിക്കണമെന്ന് ആലത്തൂർ താലൂക്ക് വികസന സമിതി നിർദ്ദേശിച്ചു. കുടിവെള്ളക്ഷാമത്തിനും പരിഹാരം കാണണം. വടക്കഞ്ചേരി, ചിറ്റിലഞ്ചേരി, കിഴക്കഞ്ചേരി, കണ്ണമ്പ്ര തുടങ്ങിയ പ്രദേശങ്ങളിലാണ് കാട്ടുപന്നിശല്യം രൂക്ഷമായിരിക്കുന്നത്. വാഹനയാത്രക്കാർക്കും കാർഷിക വിളകൾക്കും ഇത് ഭീഷണിയാണ്. ഷൂട്ടർമാരുടെ കുറവും അവരെ കൊണ്ടുവരുന്നതിനും പന്നികളെ സംസ്കരിക്കാനുമുള്ള ചെലവ് കർഷകർ വഹിക്കുകയാണ്. ഇതിനായി ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നും പ്രതിഫലം അനുവദിക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. റോഡ് ഇരുവശത്തുമുള്ള PWD സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തി വലിയ പ്രൊജക്ടുകൾക്ക് അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് മാത്രമേ ഭൂമി ഏറ്റെടുത്ത് പ്രസ്തുത റോഡിൻ്റെ വീതി കൂട്ടുന്നതിനുള്ള പ്രപ്പോസലുകൾ സമർപ്പിക്കുന്നതിന് കഴിയുകയുള്ളൂ എന്നാണ് അറിയിച്ചിട്ടുള്ളത്. മകരണ്ട മേഖലയിലെ ജനവാസ കേന്ദ്രങ്ങളിൽ കടുവ ഇറങ്ങുന്ന ജനങ്ങളെ വലിയ രീതിയിൽ അകറ്റുന്നതായും കടുവ ഇറങ്ങുന്ന മേഖലകളിൽ അധികൃതമായി ബോർഡ് സ്ഥാപിച്ച് പിടികൂടുന്നതിന് വേണ്ടി സോളാർ ഫെൻസിംഗ്, ക്യാമറ നിരീക്ഷണം, രാത്രികാല പെട്രോളിംഗ് ഉൾപ്പെടെയുള്ള ശാസ്ത്ര പരിഹാരങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി ഇന്ത്യൻ നാഷണൽ ലീഗ് പ്രതിനിധി ശ്രീ സലീമിനെ ആവശ്യപ്പെട്ടു. നടപടി പുലിക്കോട്, മലമലമൊക്കെ എന്നീ പ്രദേശങ്ങളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാണ്. പ്രദേശത്ത് ഗ്രാമപഞ്ചായത്ത് കുഴൽക്കിണർ കുഴിച്ച് പരിഹാരം കാണണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. മംഗലം ഗോവിന്ദാപുരം പാതയെ ഭാരതമാല പദ്ധതി ഉൾപ്പെടുത്തി ദേശീയപാതയാക്കണം. തമിഴ്നാട് ഭാഗത്ത് 4 വരിയുള്ളപ്പോഴാണ് കേരളത്തിൽ ഈ പാത ശോചനീയമായി കിടക്കുന്നത്. 2011 ശേഷം റീടാർ ചെയ്തിട്ടില്ല. കുഴിയടയ്ക്കൽ മാത്രമാണ് നടക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ സുജാ ശിവരാജൻ, സംഗീത, AP പ്രമോദ്, ഹസീന കാസിം, ബിജുകുമാർ, പാർട്ടി പ്രതിനിധികളായ സലീം, അബ്ദുൾ ജബ്ബാർ, K ശിവദാസ്, BA ബെന്നി തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.